ഉത്തര കൊറിയയല്ല ദക്ഷിണ കൊറിയ. പട്ടാള നിയമത്തിൽ തുറന്ന പോരാണ് ഇപ്പോൾ നടന്നത്. കഴിഞ്ഞ ദിവസമാണ് ദക്ഷിണ കൊറിയയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സുക് യോൾ രംഗത്തെത്തിയത്. എന്നാൽ ആ അടിയന്തരാവസ്ഥ ഇപ്പോൾ ദക്ഷിണ കൊറിയ പിൻവലിച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ അടിയന്തരാവസ്ഥയുടെ കാരണം പരിശോധിക്കാം. ഉത്തര കൊറിയൻ കമ്മ്യൂണിസ്റ്റ് ശക്തികളുടെ ഭീഷണിയിൽ നിന്ന് സ്വതന്ത്ര റിപ്പബ്ലിക് ഓഫ് കൊറിയയെ സംരക്ഷിക്കാൻ ഞാൻ പട്ടാള ഭരണം പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ജനങ്ങളുടെ സ്വാതന്ത്ര്യവും സന്തോഷവും കൊള്ളയടിക്കുന്ന നിന്ദ്യമായ ഉത്തര കൊറിയൻ അനുകൂല രാജ്യവിരുദ്ധ ശക്തികളെ ഉന്മൂലനം ചെയ്യാനും സ്വതന്ത്ര ഭരണഘടനാക്രമം സംരക്ഷിക്കാനുമാണ് തീരുമാനമെടുത്തതെന്നാണ് പ്രസിഡന്റ് യൂൻ സുക് യോൾ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്. പട്ടാള ഭരണ പ്രഖ്യാപനത്തിന് പിന്നാലെ അമേരിക്കൻ ഡോളറിനെതിരെ കൊറിയൻ വോണിന്റെ മൂല്യം കുത്തനെ ഇടിഞ്ഞിരുന്നു. വിപണിയെ സുസ്ഥിരമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് സെൻട്രൽ ബാങ്ക് അധികൃതരും വ്യക്തമാക്കി രംഗത്തെത്തി. ദക്ഷിണ കൊറിയയിൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ പിൻവലിച്ച് പ്രസിഡന്റ് യൂൻ സുക് യോൾ രംഗത്തെത്തിയപ്പോൾ വ്യാപക പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് അടിയന്തരാവസ്ഥ പിൻവലിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 6 മണിക്കൂറിനുള്ളിൽ പട്ടാള നിയമം പിൻവലിച്ച് ഉത്തരവിറക്കുകയായിരുന്നു. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. പ്രസിഡന്റിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ വ്യാപക പ്രതിഷേധമാണ് രാജ്യത്ത് ഉയർന്നത്. സൈനിക നിയമം ചുമത്തുന്നതിനെതിരെ ദക്ഷിണ കൊറിയൻ എംപിമാർ ഏകകണ്ഠമായി വോട്ട് ചെയ്തിരുന്നു. പ്രതിഷേധം ശക്തമായതിന് പിന്നാലെയാണ് പട്ടാള നിയമം പിൻവലിച്ചത്. വിന്യസിച്ച സൈന്യത്തെ സർക്കാർ പിൻവലിച്ചുവെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷം സൈനിക നിയമം പിൻവലിച്ച് ഔദ്യോഗിക അറിയിപ്പ് ഇറക്കുമെന്നും യൂൻ സുക് യോൾ പറഞ്ഞു. പിന്നാലെ പട്ടാള നിയമം പിൻവലിച്ചുകൊണ്ട് ഉത്തരവിറക്കുകയായിരുന്നു. കുറച്ചുനേരം മുൻപ് അടിയന്തരാവസ്ഥ പിൻവലിക്കാൻ പാർലമെന്റിൽ നിന്ന് ഒരു ആവശ്യം ഉയർന്നിരുന്നു. സൈന്യത്തെ ഞങ്ങൾ പിൻവലിച്ചു. ഞങ്ങൾ ദേശീയ അസംബ്ലിയുടെ അഭ്യർത്ഥന അംഗീകരിക്കുകയും ക്യാബിനറ്റ് മീറ്റിംഗിലൂടെ സൈനിക നിയമം പിൻവലിക്കുകയും ചെയ്യും എന്നാണ് യൂൻ സുക് യോൾ പറഞ്ഞത്. ചൊവ്വാഴ്ച രാത്രി YTN ടെലിവിഷൻ നടത്തിയ പ്രസംഗത്തിലൂടെയായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. നാണം കെട്ട ഉത്തര കൊറിയൻ അനുകൂല രാഷ്ട്രവിരുദ്ധ ശക്തികളെ ഉന്മൂലനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു രാജ്യത്ത് സൈനിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. രാജ്യവിരുദ്ധ ശക്തികളെ തകർക്കാനാണ് തീരുമാനമെന്നും പ്രസിഡന്റ് പറഞ്ഞിരുന്നു. പ്രതിപക്ഷം ഉത്തര കൊറിയയുടെ ആഭിമുഖ്യം പുലർത്തുന്നുവെന്നും ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഉത്തര കൊറിയയുടെ കമ്മ്യൂണിസ്റ്റ് ശക്തികൾ ഉയർത്തുന്ന ഭീഷണികളിൽ നിന്ന് സ്വതന്ത്ര ദക്ഷിണ കൊറിയയെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നുമാണ് യൂൻ സുക് യോൾ പറഞ്ഞിരുന്നത്. ഏകദേശം 5 പതിറ്റാണ്ടിനിടെ ഇതാദ്യമായിട്ടാണ് ദക്ഷിണ കൊറിയ പട്ടാള നിയമം ചുമത്തിയത്. അവസാനത്തേത് 1980-ലായിരുന്നു. അതേസമയം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധക്കാർ തടിച്ചുകൂടുകയും പട്ടാള നിയമത്തിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ സുരക്ഷാസേന കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിച്ചു. രാജ്യത്തിന്റെ കറൻസിയുടെ മൂല്യവും കുത്തനെ കുറഞ്ഞു. ഇതിന് പിന്നാലെ പാർലമെന്റിൽ വോട്ട് അംഗീകരിച്ച പ്രസിഡന്റ് അടിയന്തരാവസ്ഥ ഉടൻ പിൻവലിക്കാമെന്ന് അറിയിക്കുകയായിരുന്നു. അതേസമയം രാജ്യത്ത് ഏർപ്പെടുത്തിയ പട്ടാള നിയമം പിൻവലിക്കാനുള്ള ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സുക് യോളിന്റെ തീരുമാനത്തെ പിന്തുണച്ചുകൊണ്ട് സഖ്യകക്ഷിയായ അമേരിക്കയും രംഗത്തെത്തി. യൂൻ സുക് യോളിന്റെ തീരുമാനം സ്വാഗതാർഹമാണെന്നും രാജ്യത്തെ സംഭവ വികാസങ്ങൾ അമേരിക്ക നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറായി ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പട്ടാള നിയമം പിൻവലിക്കാനുള്ള പ്രസിഡന്റ് യൂൻ സുക് യോളിന്റെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നു. രാഷ്ട്രീയ വിയോജിപ്പുകൾ സമാധാനപരമായും നിയമത്തിന്റെ വഴിയിൽ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജനാധിപത്യ മൂല്യങ്ങളെയും പങ്കാളിത്തത്തിന്റെയും അടിസ്ഥാനത്തിൽ കൊറിയയിലെ ജനങ്ങൾക്കും രാജ്യത്തിനും ഒരിക്കൽ കൂടി പിന്തുണ ഉറപ്പിക്കുകയാണെന്നും പ്രസ്താവനയിലൂടെ അദ്ദേഹം വ്യക്തമാക്കി.